അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജിസാ വിത്ത് അമ്നാസ് ചാനൽ. നമുക്കിന്നൊരു ചട്ടിപ്പത്തിരി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വയ്ക്കാം. പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, പുതിനയില. എന്നിട്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി പെട്ടെന്ന് തന്നെ വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നീട് നമ്മൾ ചേർക്കാൻ പോണത് ചിക്കൻ നന്നായി പൊടിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കന് നന്നായി പൊടിയാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് വരണം, കാരണം അത് നന്നായി എരിവും ഉപ്പും എല്ലാം പിടിക്കണം ചിക്കനിലേക്ക്. എന്നിട്ട് ഈ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയായി. ഇനി വേണ്ടത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് മൈദ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ആക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഓരോ ദോശയായി ഉണ്ടാക്കിയെടുക്കാം. ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊരു 5-6 ദോശ വേണം. ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ ഇപ്പോൾ ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള കട്ടി ഇപ്പോൾ 5-6 മതിയാവും ഏകദേശം. അത് തയ്യാറാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 3 മുട്ട എടുത്ത് വയ്ക്കാം. പിന്നെ ഫില്ലിങ്ങും ദോശയൊക്കെ റെഡിയാക്കി വെക്കാം. ഈ മുട്ടയിലേക്ക് സോൾട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓരോ ദോശയും എടുത്ത് കോഴിമുട്ടയിൽ മുക്കി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡ് മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഫില്ലിങ് അതിന് മുകളിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഓരോ ദോശയും ഇതുപോലെ തന്നെ കോഴിമുട്ടയിൽ മുക്കി ഇതിന് മുകളിൽ വെച്ച് പിന്നെ ഫില്ലിങ്ങും വെച്ച് ഓരോ ലെയറും നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന കോഴിമുട്ട ചേർത്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ എള്ളില്ലേ, ബ്ലാക്ക് കളർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ അത് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ച ശേഷം വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് അപ്പുറത്തെ ഭാഗം മുരിച്ചെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി തയ്യാറായിട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്